കോടാലി. ആനയെ മേയ്ക്കാൻ കോടാലിയുടെ ആവശ്യമില്ല. എന്റെ കയ്യിൽ തോട്ടിയുണ്ട്. പക്ഷെ തോട്ടി കൊണ്ട് വിറക് കീറാൻ പറ്റില്ലല്ലോ. എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. ആദ്യം ഈ വിറക് മുഴുവൻ കീറിയിട്, എന്നിട്ടാവാൻ സംസാരം. ആനപ്പാപ്പാന്റെ പണി വിറകീറലല്ല, ആനയെ മേയ്ക്കല. പാൽപ്പാനോ? അതെ, പാൽപ്പ. ഇതാരോ പുറംപണിയൊക്കെ താൻ അസലായിട്ട് ചെയ്യുമെന്ന് ശങ്കരൻകുട്ടി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ നിർത്താൻ അങ്ങ് സമ്മതിച്ചത്. പുറംപണിയോ? എടാ ദ്രോഹി, അപ്പൊ ഇതാണ് നിന്റെ ഒത്തീർപ്പല്ലേ? നീ എനിക്കൊരു കോടാലിയായിട്ടാണല്ലോ അവതരിച്ചിരിക്കുന്നത്. നിന്നെ ഞാൻ വിടില്ല. എന്താ പകൽക്കിനാവ് കാണാറുണ്ടോ? ഈ വിറക് കീറിയിട്ട് വേണം തേങ്ങ പതിക്കാൻ. വിറക് കീറാനും തേങ്ങ പതിക്കാനുമേ ഞാൻ ഇവിടുത്തെ വേലക്കാരനല്ല, പാപ്പാന്. അങ്ങനെ ഇനി പാപ്പാന്റെ കൂടി ആവശ്യം ഇവിടെ ഇല്ല. തന്റെ വീട്ടിലെ കഷ്ടപ്പാട് ആലോചിച്ചിട്ടാ തന്നെ ഇവിടെ പണിക്ക് നിർത്തിയത്. എന്റെ വീട്ടിൽ അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല. ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന്. ഇനി ഗായത്രിക്ക് പണിയില്ലാണ്ടാവുമല്ലോ. അതെന്താ? അല്ല, തുണിയലക്കാനും പാത്രം കഴുകാനും ഒക്കെ പുതിയ ആളായല്ലോ. പോകുന്നില്ല. ആദ്യം ആൾമാറാട്ടം, ഇപ്പൊ റൊമാൻസ്, ഇനി വച്ചിട്ടുണ്ടടാ കോടാലി. എവിടെ കീറണ്ടേ? ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിയാം. ഇതെന്താ ഇത്? സാമ്പാർ. അതല്ല, ഈ സാമ്പാറിനകത്ത് എന്താണെന്ന്. ഉണക്കമീൻ. ഞാൻ ഉണ്ടാക്കിയ സാമ്പാറിനകത്ത് ഉണക്കമീൻ ആരായിട്ടത്? ഞാനാ ഇട്ടത്. ഈ വെണ്ടക്ക സാമ്പാർ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഉണക്കമീൻ സാമ്പാർ. പാപ്പാമാർക്ക് ഇത് വളരെ ബെസ്റ്റാ. ഞാനൊരു ബ്രാഹ്മണനാണെന്ന് നിനക്കറിയില്ല? അറിയാലോ, അതുകൊണ്ടല്ലേ ഇട്ടത്. എന്ന് മുതലാണ് നീ ബ്രാഹ്മണനായത്? നീ ശങ്കരൻകുട്ടി നായരല്ലേ? ഒരു നായർക്ക് ഉണക്കമീനും പോത്തിറച്ചൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം. എന്നാ ഇത് മുഴുവൻ നീ എന്നെ കഴിച്ചോ. താങ്ക് യു. പക്ഷെ അച്ചാറെങ്കിലും നീ എടുക്കരുത്. അച്ചാറുണ്ടോ ഇവിടെ? അച്ചാറൊക്കെ ഇട്ട് വെച്ചിരിക്കല്ലേ നീ? അതെടുക്കരുത്. എനിക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തോണ്ടാ. നിനക്ക് മാത്രമായിട്ട് അങ്ങനെ സ്പെഷ്യൽ അച്ചാർ വേണ്ട. ഇത് വേറെ ഒരു കറിയും ഇല്ലാത്തോണ്ടാ. എന്നാ അതും വിഴുങ്ങിക്കോ. വിഴുങ്ങിക്കോളാം. നല്ല ടേസ്റ്റ്. എന്താ ഇത്? മത്തേഭ ഉദര കൃമീര കൃതം. അതെന്താ? കുഴപ്പമൊന്നുമില്ല, അത് ആനയ്ക്ക് വയറിളക്കാനുള്ള മരുന്നാ. ഇപ്പോ ആത്മഹത്യയെ കുറിച്ചുള്ള വാർത്തകളെ പത്രങ്ങളിലുള്ളൂ. ഈശ്വരൻ നമുക്ക് തന്ന ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കുന്നത് പാവമാണ്. അങ്ങനെ അങ്ങനെ നമ്മുടെ രണ്ടാം പാപ്പാൻ രോഹിതാക്ഷൻ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകും. എന്താ കാര്യം? കാര്യമൊന്നും അറിയില്ല. പ്രേമ നൈരാശ്യമോ ജീവിത നൈരാശ്യമോ അങ്ങനെ ഞാൻ പരമാവധി പറഞ്ഞു നോക്കി, പക്ഷെ അനുസരിക്കില്ല. എന്താ ചെയ്യാ? അങ്ങനെ ഞാനിപ്പോ നിന്നാ ശരിയാവൂല. ലോഹിതാക്ഷ, നീ ഒരു സാഹസം ചെയ്യരുത്. എനിക്കിപ്പോ ഇത് ചെയ്താൻ പറ്റൂ. നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഈ പ്രശ്നത്തിന് ലോകത്തൊരു പരിഹാരമേ ഉള്ളൂ. എന്താണ്? അതിനാ ഞാൻ പോകുന്നത്. അരുത്. ഒരു പെണ്ണിന് വേണ്ടി നീ ഇത് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞു. എന്തേ? വൃത്തികെട്ടവൻ. ഇതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. കയ്യിലിരുന്ന പേപ്പർ എവിടെ? അത് അവനോടുത്തു. കിടന്ന് ബഹളം വയ്ക്കാതെ ആശാനെ. നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞത്? ഫോണടിച്ച് ആനയെ ടെൻഷൻ എടുപ്പിക്കണ്ട. ഹലോ, നിങ്ങളാണോ ഈ ആനയുടെ പാപ്പാൻ? അതെ, ഞാനാ ഇതിന്റെ മെയിൻ പാപ്പാൻ. നടുറോഡിലാണോ ആനയെ തളിക്കുന്നത്? അതെ, തളച്ചതല്ല, ആന അവിടെ നിന്നതാ. അർജന്റാണെങ്കിൽ ഞാൻ തന്നെ മാറ്റിത്തരാം. എന്നാ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് മാറ്റിക്കേ. ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇറങ്ങി. ഒരു മിനിറ്റ്. സ്റ്റൈല് സ്റ്റൈല് താൻ, ഇത് സൂപ്പർ സ്റ്റൈല് താൻ, இந்த സ്റ്റൈല് കേട്ട മൈനർ നാനടി. കേശവൻകുട്ടി, ആ മാരുതിക്ക് അല്പം സൈഡോട്, അല്പം റൈറ്റിലോട്ട് മാറിയില്ല കേശവൻകുട്ടി. കേശവൻകുട്ടി, ഇങ്ങോട്ട് മാറിയിക്കാൻ. ഇങ്ങോട്ട് മാറിയിക്കാനാ പറഞ്ഞത്. എന്റെ തനി സ്വഭാവം നിനക്കറിഞ്ഞൂടാ. എന്നെ നാണം കെടുത്തരുത്. അതെ, എന്താണെന്നറിയോ? എന്റെ അസിസ്റ്റന്റ് അടുത്തുണ്ട് ഒരു വൃത്തികെട്ടവൻ.
അവനാ ഇവരെ ഇവിടെ കൊണ്ട് നിർത്തിയത്. അതിന്റെ ചെറിയൊരു പിണക്കൊണ്ട് എന്റെ അടുത്ത് രാവിലെ പോലെ തന്നെ. ഇനിയിപ്പോ അതിനെ അവൻ തന്നെ ഒന്ന് മാറ്റട്ടല്ലേ. നമ്മൾ വെറുതെ ആനയെ പിണക്കണ്ടല്ലോ അല്ലേ. ഞാൻ അവനെ വിളിക്കാം. ഞാൻ എടുത്തോളാടോ. എന്റെ മോ കൊലക്കൊമ്പനാണ്. നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചേ? വല്ല പെമ്പിള്ളാരും എന്ന് പറയുമ്പോ നിനക്ക് ഭയങ്കര സെന്റിമെന്റ്സ് അല്ലേ? ഞാൻ പറയുമ്പോ മാത്രം വലിയ വെയിറ്റ്. നീ ആനയില്ല, നീ ഒരു കോഴിയാ. എന്റെ ദൈവമേ, ഈ മനുഷ്യനായാലും മൃഗങ്ങളായാലും പെണ്ണെന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആയി പോയല്ലോ. ഇതൊരു പറ്റിയ സന്ദർഭമാണല്ലോ. എന്താ നീ കിടന്ന് വിളിച്ചു പോകുന്നേ? അവന് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഉത്തരവാദിത്വമുണ്ടോ? ആർക്ക്? കേശവൻകുട്ടിക്കോ? അനന്തന്, ശങ്കരൻകുട്ടിക്ക്. ആനയെ നട റോഡിൽ കൊണ്ട് നിർത്തിയിട്ട് എവിടെയോ തെണ്ടാൻ പോയിരിക്കില്ലേ അവൻ. നീ നിന്റെ കാര്യം നോക്കിയാ മതി. കേശവൻകുട്ടിയെ ശങ്കരൻകുട്ടി നോക്കിക്കോളും. നോക്കിക്കോളും. ഇപ്പൊ ഞാൻ വന്നിലേക്ക് കാണായിരുന്നു. എല്ലാരും കൂടെ ജയിലിൽ പോയി ഇരുമ്പഴി എണ്ണിയനെ. എന്താ സംഭവം? നീ ഒന്ന് തെളിച്ചു പറ. ഒന്നും പറയണ്ട അങ്ങുന്നേ. കേശവൻകുട്ടി ചങ്ങലയും പൊട്ടിച്ച് നടു റോഡിൽ കൂടെ ഓടി. എന്നിട്ടെന്താ, ഞാനും രണ്ടും കൽപ്പിച്ച് പുറകെ ഓടി. നോക്കുമ്പോ ഫ്രണ്ടിൽ ഒരു മാരുതി കാറ്. കേശവൻകുട്ടി ഒന്ന് നിന്നു. തുമ്പിക്കൈ ഉയർത്ത് ചിഹ്നം വിളിച്ച് അലറിക്കൊണ്ട് കാറ് ഡ്രൈവ് ചെയ്ത പെണ്ണിനെ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ അലറി വിളിച്ചു, കേശവൻകുട്ടി വിറച്ചോണ്ട്. കേശവൻകുട്ടി അവിടെ നിന്നു. പിന്നെ പെണ്ണിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു മിസ്റ്റേക്ക്. അവളെ കണ്ടാ തന്നെ അറിയാം ആ വേഷവും നടപ്പും ഒരു അലവിലാതെ വൃത്തികേടിന്റെ അലമ്പിന്റെ അങ്ങേ അറ്റത്ത് വിവരം കെട്ട എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല വിവരമുള്ള സുന്ദരിയായ സുശീലയും സാമർത്ഥ്യവും ആഭിജാത്യമുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. അവളെ ഒന്ന് കൂളായിട്ട് തുമ്പിക്കൊക്കെ പിടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി ആനെ. എന്നിട്ട് കാർ ഡ്രൈവ് ചെയ്തങ്ങ് പോയി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഈ കുടുംബത്തിലെ കുട്ടിയായിരിക്കും. ഒന്ന് കണ്ടപ്പോ കറക്റ്റാ, ഇവിടുത്തെ കുട്ടി തന്നെ. എന്നാ ഞാൻ വരട്ടെ. ആനയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈമായി. വരട്ടെ, നീ കാണാനല്ലോ. ഒരു റൊമാൻസിന് പറ്റിയ ടൈം. ആ കുരങ്ങ ഇവിടെ ഇല്ലാത്ത നന്നായി. സുപ്രഭാതം. പുലർകാലെ പുഴയിൽ നീരാടി വരും നീർമാതളത്തിൻ നിറമുള്ള നാരീമണിയെ കണി കാണുന്നത് അത്യുത്തമം. ഓട്ടംതുള്ളൽ അറിയാലേ? പിന്നെ ഓട്ടംതുള്ളൽ മാത്രമല്ല, കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഒക്കെ എനിക്കറിയാം. പക്ഷെ ഇത് കവിതയാ. ഇയാളെ കണ്ടപ്പോ എന്റെ മനസ്സിലിങ്ങനെ ഓടിയെത്തിയ കവിത. ബൈ ദ ബൈ, ഗായത്രി പറയൂ, എനിക്കാണോ അതോ അവനാണോ യഥാർത്ഥത്തിൽ ഒരു ആനയുടെ കട്ട്? ആന പാപ്പാന്റെ കട്ട്. വട്ട് ലോകദേശം ചേട്ടനാ. വട്ടല്ല കുട്ടി, കട്ട്, ഫേസ് കട്ട്. അത് ചേട്ടന് തന്നെയാ. ശങ്കരൻകുട്ടി ചേട്ടന് പിന്നെ ഒരു പാപ്പാന്റെ മിടുക്കും ചുറുചുറുക്കും ഒക്കെ ഉണ്ടെങ്കിലും കണ്ട ഒരു സ്കൂൾ മാഷോ പാട്ടുകാരനോ എന്നൊക്കെ പറയൂ. അതൊക്കെ അവന്റെ വെറും അഭിനയല്ലേ. അസലൊരു ക്രിമിനലിന്റെ മനസ്സാ അവൻ്റെത്. ഇയാള് സൂക്ഷിച്ചോളണം. ലേഡീസിനോട് അപമര്യാദയായിട്ട് പെരുമാറാൻ ഒരു മടിയില്ലാത്തവനവൻ. രാവിലെ ഈ പരദൂഷണം കൊണ്ടുവരാൻ നാണാവുന്നില്ല ചേട്ടാ? ഇങ്ങനെ പണിയൊന്നും ചെയ്യാണ്ട് ഉഴപ്പി നടക്കാതെ പോയി കുളിച്ച് ആ ആനപ്പിണ്ടം വരാൻ നോക്ക്. ആനപ്പിണ്ടം വരാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരെ? നിന്റെ അച്ഛന. ചെല്ല് ചെല്ല്. അവനെ ഇവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാതെ ശരിയാവില്ല. എന്താ? ഒന്നുമില്ല, ചെല്ല്. ആരാത് പുതിയൊരു കഥാപാത്രം? അത് ശങ്കരൻകുട്ടി ചേട്ടനല്ലേ, നമ്മുടെ പുതിയ പാപ്പാൻ? ഓ, അന്നത്തെ സംഭവം ശരിക്കും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. 4-5 പാപ്പാമാര് വരെ ശ്രമിച്ചിട്ടും തളയ്ക്കാൻ പറ്റാതിരുന്ന കേശവൻകുട്ടിയല്ലേ ശങ്കരൻകുട്ടി ചേട്ടൻ ഒറ്റയ്ക്ക് ഒതുക്കിയത്. എന്നിട്ട് ആനപ്പുറത്ത് കയറി ഒരു വരവേ, എന്തൊരു ധൈര്യ! കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അത് ഓർക്കുമ്പോ ദേ രോമാഞ്ചം വരുന്നു. മതി മതി നിന്റെ ഒരു രോമാഞ്ചം.
അമ്മാവൻ എന്തൊക്കെ സമ്മാനങ്ങളാ ശങ്കർകുട്ടി ചേട്ടന് കൊടുത്തെന്നറിയോ? അന്ന് തന്നെ പുതിയൊരു ജോഡി ഡ്രസ്സും ഒരു വാച്ചും വാങ്ങിക്കൊടുത്തു. പക്ഷേ ശങ്കരൻകുട്ടി ചേട്ടൻ വാച്ച് കെട്ടാറില്ല, പെട്ടിയിൽ വെച്ചിരിക്ക, ആർക്കും സമ്മാനിക്കാൻ. ശരിക്കു പറഞ്ഞ എന്തു കൊടുത്താലും മതിയാവൂ? വെടിവെക്കാൻ ഓർഡർ ആയിട്ടല്ലേ